മുഖ്യ എതിരാളി ആരായിരിക്കും? പ്രധാനമായും BJP അടക്കമുള്ള രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ. അതായത് പാലക്കാടിനെ കുറിച്ച് ചില മിഥ്യാധാരണകൾ ചില മാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. BJPക്ക് ചാൻസ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. പാലക്കാട് വിജയിക്കുന്നത് UDF ആണ്. കാരണം മറ്റൊന്നുമല്ല, BJPക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രമേ മുൻതൂക്കമുള്ളൂ. പിരാഗി പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും മത്സരം UDF LDF ആയിട്ടാണ്. പക്ഷേ നഗരസഭയിൽ കിട്ടുന്ന ചെറിയൊരു ലീഡാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തിക്കുന്നത്. തല കുത്തി ഇരുന്നാലും BJP ഒന്നാം സ്ഥാനത്തേക്ക് വരില്ല. നിങ്ങൾ എഴുതി വെച്ചോ റിസൾട്ട് വരുമ്പോൾ. ഒരു കാരണവശാലും BJP ജയിക്കില്ല. ഇടതുപക്ഷം ഒന്നും കൂടെ മനസ്സ് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്താം. ഒരു കാരണവശാലും UDF പാലക്കാട് തോക്കില്ല, ഏത് സ്ഥാനാർത്ഥി വന്നാൽ. പാലക്കാട് അവരുടെ വോട്ട് ഷെയർ കുറയാണ്ടായി. ശ്രീധരന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയിട്ടില്ല. പാർലമെൻറ്റിൽ അസംബ്ലിയിൽ 3800 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെങ്കിൽ 9700 വോട്ടാണ് ശ്രീകണ്ഠൻ്റെ ലീഡ് പാലക്കാട് അസംബ്ലിയിൽ മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലക്കാട് UDFൻ്റെ ഒരു ഉറച്ച സീറ്റാണ്. ഞാൻ പറഞ്ഞത് LDF ഒന്നും കൂടെ നല്ല സ്ഥാനാർത്ഥിനൊക്കെ നിർത്തിയൊന്ന് ഫൈറ്റ് ചെയ്താൽ അവർക്ക് രണ്ടാം സ്ഥാനത്തെത്താം. ജയിക്കുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞത് ഇത് പറയുന്ന ആരാ അറിയോ? ഈ ചളിക്കുണ്ടിൽ താമര വിരിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയാണ്. അവരെപ്പോഴും UDF ജയിക്കുന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ഈ മേയറുടെയും ഭരണസമിതിയുടെയും കുറ്റം കൊണ്ട് ഇവിടെ BJPയുടെ വിജയസാധ്യതയുണ്ട്. അപ്പോൾ ഇത് BJPക്ക് പാലം തുറന്നു കൊടുക്കുകയാണോ? ഞങ്ങൾ പറയുന്നത് ഞങ്ങളാ ജയിക്കുകയാണ്. അല്ല, അത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം പാർട്ടിക്കാരെ വിമർശിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തൃശ്ശൂരിൽ CPIM BJP അന്തർധാരയുണ്ട് എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് കെ മുരളീധരൻ.